ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പാണ്. സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സ്വീറ്റ് കോണാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. സ്വീറ്റ് കോൺ സൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ് കേട്ടോ. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നല്ല തലവേദനയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സൂപ്പൊക്കെ വെച്ച് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു തലവേദനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പാണെങ്കിലും വെജിറ്റബിൾ സൂപ്പാണെങ്കിലും ചിക്കൻ സൂപ്പാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. സിമ്പിളായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്വീറ്റ് കോണിൻ്റെ അല്ലികൾ ഒരു പാത്രത്തിലേക്ക് പറിച്ച് വയ്ക്കാം. എല്ലാവർക്കും അറിയാമല്ലോ സ്വീറ്റ് കോൺ എന്താണെന്ന്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ സാധാ കോൺ പോലെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോണാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കോണാണ്. ഇത് നമ്മൾ പച്ചയ്ക്ക് വരെ കഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. സ്വീറ്റ് കോൺ പച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ പുഴുങ്ങിയിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ എന്ന് കണ്ടില്ലേ, പകുതി പാത്രത്തിലും പകുതി മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തിട്ടില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഏകദേശം കോണിൻ്റെ ഒപ്പം തന്നെ കണ്ടില്ലേ, ഈ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല പോലെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് 3 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ആണെന്ന് വെച്ചിട്ട് സ്വീറ്റ് കോൺ മാത്രമല്ല ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ സ്വീറ്റ് കോണും ആണ്. നമുക്ക് ക്യാബേജ് കിട്ടുകയാണെങ്കിൽ അതും കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ നമ്മളാണ് കഴിക്കുന്നത് അല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ എന്താണെങ്കിലും ഇട്ട് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ അല്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ അതും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ സ്വീറ്റ് കോൺ, അത് ഈ ടൈമിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ സൂപ്പ് ആയ കാരണം കുറച്ച് മധുരമുള്ള സൂപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നോക്കിയിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, മധുരം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിൽ പത കണ്ടോ, നല്ല പോലെ പത പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ആ പത പകർത്തി എടുക്കുന്നുണ്ട്. സൂപ്പിലൊന്നും എപ്പോഴും പതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് പകർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം പതയായിട്ട് കാണാം, എനിക്ക് ഇത്ര തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സൂപ്പിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പ് ഒന്ന് തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇതിൽ കിടന്ന് അലിഞ്ഞ് വരട്ടെ. നല്ല ചൂടാണല്ലോ, അപ്പോൾ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സൂപ്പ് ഒരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള
സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സൂപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ണികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം സ്വീറ്റ് കോൺ സൂപ്പല്ലേ, ഇച്ചിരി മധുരമുള്ള സൂപ്പായ കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലവേദന ഉള്ള സമയത്തൊക്കെ ഇങ്ങനത്തെ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര റിലാക്സേഷനായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.